ഹലോ, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ സ്ഥലത്താണ്. ഇതാണ് എല്ലോറ കേവ്സ്. ഇത് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ സംഭാജി നഗറിലാണ്. സംഭാജി നഗർ എന്ന് പറയുന്നത് പഴയ ഔറംഗാബാദാണ്. ഒരു വർഷം മുന്നേ ഔറംഗാബാദ് എന്ന പേര് മാറ്റി സംഭാജി നഗറാക്കി മാറ്റിയതാണ്. ഇവിടെ മലയാളികളടക്കം ഒരുപാട് വിനോദസഞ്ചാരികൾ എത്താറുണ്ട്. അകത്ത് കയറാനായി ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ്. മെട്രോയിൽ കിട്ടുന്ന പോലുള്ള കോയിനാണ് ഇവിടുത്തെ ടിക്കറ്റ്. ഇനി ഈ ടിക്കറ്റ് ഇവിടെ സ്കാൻ ചെയ്ത് അകത്ത് കയറണം. ഇന്ന് വലിയ തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കയറാൻ പറ്റി. അങ്ങനെ ഇവിടുന്ന് സ്കാൻ ചെയ്തു അകത്ത് കയറി. ഇതാണ് ഗായ്സ് എല്ലോറ കേവ്. ഇത് പുറത്ത് കാണുന്നത് പോലെയല്ല, ഇതിനകത്തെ കാഴ്ചകളാണ് മഹാസംഭവം. ഈ കാണുന്ന കേവിനുള്ളിൽ കൈലാസ ക്ഷേത്രമുണ്ട്. ആകെ 34 കേവാണുള്ളത്. 2 ലക്ഷം ടൺ പാറ തുരന്ന് മുകളിൽ നിന്ന് താഴേക്ക് പണിത ഇന്ത്യൻ ക്ഷേത്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹക്ഷേത്ര നിർമ്മിതിയാണ് എല്ലോറ. കുറേയേറെ ക്ഷേത്രങ്ങളുടെ സമുച്ചയമായ ഇവിടം പണി കഴിപ്പിച്ചത് രാഷ്ട്രകൂട രാജാക്കന്മാരാണ്. വലിയ ഒരു പാറക്കൂട്ടം തുരന്നെടുത്ത് കൈലാസനാഥ ക്ഷേത്രത്തിൻ്റെ താഴെക്കൂടവും ശിവലിംഗവും എല്ലാം തന്നെ ഒരു ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തവയാണ്. ഏതാണ്ട് 10 നില കെട്ടിടത്തിൻ്റെ ഉയരം ഇതിനുണ്ട്. ആകെ 34 കേവുകളാണുള്ളത്. നമ്മുടെ മുന്നിലുള്ളത് 16ാമത്തെ കേവാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതും കൈലാസനാഥ ക്ഷേത്രവും ഉള്ളത് ഇതിനകത്താണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എല്ലാ കേവിലേക്കും പോകാനുള്ള റൂട്ട് മാപ്പാണ് ഈ കാണുന്നത്. മീറ്റർ നീളവും 46 മീറ്റർ വീതിയുമുള്ള ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കാൻ 20 വർഷം എടുത്തു എന്ന് പറയപ്പെടുന്നു. ആധുനിക സാങ്കേതികവിദ്യ ഇത്രത്തോളം വളർന്നു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഈ നിർമ്മിതി വളരെ ബുദ്ധിമുട്ടാണെന്നിരിക്കെ 8ാം നൂറ്റാണ്ടിൽ ഇത് പണികഴിപ്പിച്ചത് ഇന്നും ഒരത്ഭുതമാണ്. ഇനി നമുക്ക് അകത്തേക്ക് പോകാം. എല്ലാ കേവിനു പുറത്തും എഴുതി വെച്ചിട്ടുണ്ടാവും ഏത് കേവാണ്, ഏത് നമ്പർ കേവാണെന്ന്. ഇതിന് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേവ് നമ്പർ 16. ക്ഷേത്രത്തിൻ്റെ ചുറ്റോട് ചുറ്റും ആന, വ്യാളി, സിംഹം, ആട് തുടങ്ങിയവയുടെ വലിയ ശില്പങ്ങളാണ് ഉള്ളത്. ഈ സ്തംഭമാണ് നമ്മുടെ 20 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം. ഈ ആനയ്ക്ക് തുമ്പിക്കൈയും വാലും ഇല്ല. ഔറംഗസേബിൻ്റെ കാലത്ത് മുഗൾ സൈന്യത്തിലെ 1000 പേരെ ഈ ക്ഷേത്രം തകർക്കാനായി അയച്ചിരുന്നുവെന്നും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നും പറയപ്പെടുന്നു.
മനുഷ്യൻ്റെ തലയും മൃഗങ്ങളുടെ ശരീരവും, മൃഗങ്ങളുടെ തലയും മനുഷ്യൻ്റെ ശരീരവും എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള യുണീക്കായ ശില്പങ്ങളും ഇതിനിടയിൽ വ്യത്യസ്തമായി കാണാൻ കഴിയുന്നുണ്ട്. ഔറംഗസേബിൻ്റെ കാലത്ത് ക്ഷേത്രം നശിപ്പിച്ചതിൻ്റെ തെളിവുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആനയുടെയും സിംഹത്തിൻ്റെയും ഒന്നിൻ്റെയും പൂർണ്ണ രൂപമില്ല. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്ക് കൊത്തിയെടുത്തതാണ്. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇതുവരെ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ രൂപങ്ങൾക്കൊന്നും പൂർണ്ണതയില്ല. ആ സമയത്തെല്ലാം നശിപ്പിച്ച് കളഞ്ഞതാണ്. ഇവിടെയെല്ലാം ഒരേ രൂപമുള്ള ഒരേ വലിപ്പമുള്ള തൂണുകളാണെല്ലാം. മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എപ്പിസോഡ് ഫ്രം മഹാഭാരതം എന്ന് താഴെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലെയാണ് കൈലാസ ക്ഷേത്രമുള്ളത്. അതൊന്ന് കാണിച്ചു തരാം. ഈ ഭാഗമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നമ്മളെ 20 രൂപ നോട്ടിൽ കാണുന്ന ഈ ചിത്രം. എല്ലോറ കേവ്സ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. മൊത്തത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഓവർവ്യൂ കാണുമ്പോൾ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ ഇത് ഒറ്റക്കല്ലിൽ നിർമ്മിതിയാണെന്ന്? അത്രയ്ക്കും മനോഹരമായി നിർമ്മിച്ചിട്ടുണ്ട് അക്കാലത്തെ രാഷ്ട്രകൂട രാജാക്കന്മാർ. ചില സ്ഥലങ്ങളിൽ പെയിൻറ്റിങ് വരെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കേവ് നമ്പർ 16 നിന്ന് ഇറങ്ങി. ഇവിടെ 100 ഗുഹകൾ ഉണ്ടെങ്കിലും അതിൽ 34 ഗുഹകൾ മാത്രമേ സന്ദർശകർക്ക് കാണുവാൻ വിധത്തിലുള്ളൂ. 30 മുതൽ 34 വരെയുള്ളത് ജൈനക്ഷേത്രമാണ്. ഈ കാണുന്നത് 16A കേവ് ആണ്. ഇതിലേക്ക് കയറി ചെന്നാൽ നമ്മളെ കൈലാസ ക്ഷേത്രത്തിൻ്റെ ടോപ്പ് വ്യൂ കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ ബാക്കി കേവിലൊന്നും കയറിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഇതിൽ പോകുന്ന സമയത്ത് കണ്ടെന്നേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 15 കേവ് നമ്പർ 15 ആണ്. ഇതാണ് കേവ് നമ്പർ 15 കേവ്. ഇതിനകത്തൊന്നും കയറിയിട്ടില്ല. ഇനി കുറച്ച് കേവുകൾ നമ്മൾ പുറത്ത് നിന്ന് കാണിച്ചു തരാം.